വളരെ മോശകരമായ രീതിയിൽ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു രാഹുൽ ഈശ്വർ എന്നാണ് ഹണി റോസ് പരാതിപ്പെട്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഹണി റോസിൻ്റെ പരാതിക്ക് പിറകെ മറ്റൊരു പണി കൂടിയാണ് രാഹുൽ ഈശ്വറിന് ലഭിച്ചിരിക്കുന്നത്. ബോച്ചയുടെ അതേ ഗതി തന്നെ രാഹുൽ ഈശ്വറിനും ഉണ്ടാകുമെന്നാണ് ഇതിന് പിന്നാലെ പലരും സൈബർ ഇടത്തിൽ അഭിപ്രായപ്പെടുന്നത്. ഹണി റോസിനെതിരായിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങളിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരിക്കുകയാണ് യുവജന കമ്മീഷൻ. ദിശ എന്ന സംഘടന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ നിരന്തരമായി വാർത്താ ചാനലുകളിലൂടെ ചർച്ചകളിലൂടെ അപമാനിക്കാനും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നിരന്തരമായി പ്രചരിപ്പിക്കുന്നതായും ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനൊരു പരാതി ദിശ നൽകിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ദിശ. അതിജീവിതകളെ ചാനൽ ചർച്ചയിൽ അപമാനിക്കുന്ന പാനലിസ്റ്റുകളെ ചർച്ചയിൽ ഒഴിവാക്കണമെന്നും ഒരു കാരണവശാലും അവരെ പങ്കെടുപ്പിക്കരുതെന്നും യുവജന കമ്മീഷൻ അധ്യക്ഷൻ ഷാജർ ആവശ്യപ്പെട്ടിരിക്കുന്നു. മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന യുവജന കമ്മീഷൻ അദാലത്തിൽ വെച്ചാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിശദമായ വിവരം കമ്മീഷൻ പങ്കുവച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു, പരാതി നൽകിയിരുന്നു. ഇതിൽ അറസ്റ്റ് ഭയന്ന് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചതും ഏവർക്കും അറിയാവുന്നതാണ്. അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ടു തന്നെയാണ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തത്. കേസെടുക്കുന്നതിൽ ഇപ്പോൾ പോലീസ് നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഈ സാഹചര്യം കണക്കിലാക്കി തന്നെയാണ് ഹൈക്കോടതിയിൽ എത്തിയത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോടാണ് കൃത്യമായ നിലപാട് തേടിയത്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ അതിനുള്ള എല്ലാവിധ അനുഗ്രഹാശംസകളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും സമീപിക്കുക, എന്തായിരിക്കും അടുത്ത നീക്കം എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് ഇതുവരെയും കേസ് എടുത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു വശവുമാണ്. ഇനി ഹണി റോസിന്റെ പരാതിയിൽ എന്താണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി കണ്ടറിയണം. ഹണി റോസിന്റെ വസ്ത്രവും ബോബി ചെമ്മണ്ണൂരിന്റെ പെരുമാറ്റവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ഈ പരാമർശത്തിന്റെ തുടക്കം. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഹണി റോസിനെ വിധേയമാക്കേണ്ടി വരുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. നടിയുടെ വസ്ത്രം സാരിയാണെങ്കിലും ഓവർ എക്സ്പോസിംഗ് ആണെന്നും ബോബിയുടെ വാക്കുകൾക്ക് ഡീസൻസി വേണമെന്നതുപോലെ തന്നെ ഹണിയുടെ വസ്ത്രധാരണത്തിനും ഡീസൻസി വേണമെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാഗ്വാദം. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ തന്നെയാണ് ചർച്ചയിലുടനീളം രാഹുൽ ഈശ്വർ എല്ലായിടത്തും ആവർത്തിച്ചു പറഞ്ഞത്. ഫേസ്ബുക്ക് പേജിലൂടെയും രാഹുൽ ഈശ്വർ യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ തന്നെ സമാനമായ വിമർശനം തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നു. ഹണി റോസിന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക്, മൊത്തം സ്ത്രീകളെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് രാഹുൽ ഈശ്വർ തരം താഴ്ന്നുവെന്നാണ് പല പാനലിസ്റ്റുകളും പിന്നീട് അഭിപ്രായപ്പെട്ടതുപോലും. എന്നാൽ ജാമ്യാപേക്ഷയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത് ഹണി റോസിനെ ഒരു തരത്തിലും താൻ അധിക്ഷേപിച്ചിട്ടില്ല, അപമാനിച്ചിട്ടില്ല. സഭ്യമായ ഭാഷയിൽ മാന്യമായ കാര്യം മാത്രമാണ് താൻ സംസാരിച്ചിരിക്കുന്നത്. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലുള്ള ഒരു ഉപദേശം മാത്രമാണ് താൻ നൽകിയതെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. സൈബർ ആക്രമണത്തിന് കാരണമായ ഒന്നും മാധ്യമങ്ങളിലൂടെ താൻ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ആർക്കെതിരെയും സൈബർ അധിക്ഷേപം പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് തനിക്കുള്ളതെന്നുമാണ് ജാമ്യാപേക്ഷയിലും രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നത്. പക്ഷേ ആരെന്ത് ധരിക്കണമെന്നുള്ള ഉപദേശം അത് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും നൽകേണ്ടതുണ്ടോ എന്നുള്ളതാണ് പലരും വിമർശിക്കുന്നത്.